ശിവായ. ഓം ഹ്രീം നമാം നമോ നാരായണായ രക്ഷസമൂർത്തേ നമാം. ഓം സീതാരാമചന്ദ്രായ തേ നമാം. എല്ലാവർക്കും വിനിതമായ നമസ്കാരം. ഇന്ന് ഉത്രാടം നക്ഷത്രമാണ്, അതോടൊപ്പം തന്നെ പ്രഥമ തിഥിയുമാണ്. കർക്കിടകത്തിൻ്റെ 5-ാം ദിവസമായ ഈ ഒരു ദിവസം നമ്മളിന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്, ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദശരഥ മഹാരാജാവിനെ വിളിക്കുവാനായിട്ട് ജനക മഹാരാജാവിൻ്റെ ദൂതന്മാർ പോയിട്ടുണ്ടായിരുന്നു. അവരിതാ പോയിട്ട് വന്നിരിക്കുന്നു. ദശരഥ മഹാരാജാവ് കുടുംബസമേതം ഇതാ എത്തിയിരിക്കുകയാണ്. ജനക മഹാരാജാവിൻ്റെ വൈദേഹരാജ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയ രാജാക്കന്മാരെയും അതോടൊപ്പം തന്നെ അയോധ്യയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രമുഖന്മാരെയൊക്കെ സ്വീകരിക്കാനായിട്ട് ജനക മഹാരാജാവും രാജഗുരുവായിരിക്കുന്ന സദാനന്ദനുമൊക്കെ ചെന്ന് അവിടെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഗുണങ്ങളും ഉണ്ടാകുന്ന ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുമുഹൂർത്തങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയാനായിട്ട് അനവധി മുനിമാരുമായി എത്തിയിരിക്കുന്നു. എല്ലാവരെയും സദാനന്ദ ഗുരുവും അതോടൊപ്പം തന്നെ ജനക മഹാരാജാവും ചേർന്ന് സ്വീകരിച്ചു. ഏറ്റവും നല്ല ഒരു മുഹൂർത്തത്തെ നിശ്ചയിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് ഒരു മുഹൂർത്തം നിശ്ചയിച്ച് അവിടെ അവരുടെ വിവാഹം നടക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും വിവാഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അപ്പോൾ ഒരു പുതിയ ആശയം വരുന്നു. ജനക മഹാരാജാവിന് മറ്റു 3 പുത്രിമാരൂടെ ഉണ്ടല്ലോ. അതാരൊക്കെയായിരുന്നു? ഊർമിളാദേവിയും ശ്രുതികീർത്തിയും മാണ്ഡവിയും. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് 4 പുരുഷന്മാരും ഇപ്പുറത്ത് 4 സ്ത്രീകളും, അങ്ങനെയെങ്കിൽ ഉചിതമാണെങ്കിൽ നമുക്ക് 4 പേരുടെയും വിവാഹം ഒന്നിച്ച് നടത്താം എന്ന് പറഞ്ഞത് പ്രകാരം ശ്രീരാമചന്ദ്രൻ സീതാദേവിയുടെ പാണിഗ്രഹണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലക്ഷ്മണകുമാരൻ ഊർമിളാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഭരതശത്രുഘ്നന്മാർ ശ്രുതികീർത്തിയെയും മാണ്ഡവിയെയും കൂടി കൈകൾക്ക് പാണിഗ്രഹണം ചെയ്ത് അവർ കുടുംബജീവിതം എന്ന് പറയുന്ന കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബങ്ങളായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലൂടെ അവർ വിവാഹിതരായി മാറുകയാണ്. ഉത്തമമായിരിക്കുന്ന ഏറ്റവും നല്ല ചിന്തകളുള്ള നല്ല കുടുംബത്തിൽ ഏറ്റവും നല്ല വൈവാഹികമായിരിക്കുന്ന നല്ല സങ്കല്പങ്ങൾക്ക് തുടക്കം ഇവിടെ ആകുകയാണ്. പ്രത്യേകിച്ചും രാമായണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവിടെ ആരംഭിക്കുകയാണ്. കാരണം സീതാദേവിയും കൂടി വരുമ്പോഴാണ് അവിടെ പ്രാധാന്യം ആ രാമായണ കഥയ്ക്ക് പോലും ഉണ്ടാകുന്നത്. കാരണം ഈ കഥയെ പലപ്പോഴും നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് സീതാദേവിയാണ്. അപ്പോൾ അതുകൊണ്ട് സീതാദേവിക്ക് വളരെയധികം പ്രാധാന്യം ഈ കാര്യങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് വളരെ ഗംഭീരമായിട്ട് നടന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കൊടുത്ത ശ്രീരാമചന്ദ്രന് ജനക മഹാരാജാവ് കൊടുത്ത കാര്യങ്ങളെയും പറയുന്നുണ്ട് ഇതിനകത്തിൽ. അതായത് 600 ആനകൾ, 10,000 തേരുകൾ, 1,00,000 കുതിരകൾ, 1,00,000 കാലാൽപ്പടയാളികൾ, 300 ദാസിമാർ, അങ്ങനെ തുടങ്ങി ഒരുപാട് അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള ദിവ്യമായിരിക്കുന്ന വസ്ത്രങ്ങൾ, മുത്തുമാലകൾ, ദിവ്യരത്നങ്ങൾ, 100 കോടി ഭാരം സ്വർണം എന്നിവയൊക്കെ സീതാദേവിക്ക് വേണ്ടിയിട്ട് ജനക മഹാരാജാവ് നൽകി. അതോടൊപ്പം തന്നെ വളരെയധികം വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള മുനിമാരെയൊക്കെ ജനക മഹാരാജാവ് വളരെയധികം പ്രാധാന്യത്തോടു കൂടി പൂജിക്കപ്പെടുകയുണ്ടായി. കുങ്കുമവും ചന്ദനവും കസ്തൂരിയും തുടങ്ങിയ അനവധി സുഗന്ധങ്ങളോടെ 3 യോജന ദൂരം അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരിങ്ങനെ ഇങ്ങനെ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ മുമ്പിൽ പല വിധത്തിലുള്ള ദുസ്സഗുണങ്ങൾ കണ്ടു തുടങ്ങുന്നു. ആ ദുസ്സഗുണങ്ങൾ കണ്ടപ്പോൾ ഇതിനെന്താണ് ഇങ്ങനെയൊക്കെ എല്ലാം കാരണമെന്ന് ചോദിക്കുമ്പോഴാണ് അവിടേക്കായിട്ട് ഒരാൾ എത്തുകയാണ്. നിങ്ങൾ അവിടെ നിൽക്കൂ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുനിശ്രേഷ്ഠനായിരിക്കുന്ന ഒരാൾ വന്നിതാ പിടിച്ചവിടെ നിർന്നിട്ട് പറഞ്ഞു, ഒട്ടും പേടിക്കേണ്ട. ചെറിയ വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, കാരണം ഒട്ടും പേടിക്കാനില്ല, പിന്നീട് ഭയം നീങ്ങുകയും ചെയ്യും, നല്ലതേ വരൂ, ഖേദിക്കാനില്ല, ഇതുകൊണ്ട് കീർത്തി വർദ്ധിക്കും. കാരണം സജ്ജനങ്ങൾക്കും ആധ്യാത്മികമായ ചിന്തകളുള്ളവർക്കും മുൻകൂട്ടി പല കാര്യങ്ങളും അറിയാമായിരുന്നു. കാരണം ഈ ദുർനിമിത്തങ്ങൾ പിന്നീടുണ്ടാകുന്ന ഗുണകരമായിരിക്കുന്ന പല കാര്യങ്ങൾക്കുള്ള മുൻപേ വരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെയൊക്കെ ഇവരുടെ അടുക്കലേക്ക് ഒരു മഹർഷി എത്തുകയാണ്. അത് കയ്യിൽ ആയുധമേന്തിയ മഹർഷിയാണ് എത്തിയിരിക്കുന്നത്. ആയുധമേന്തിയ മഹർഷി എത്തിയപ്പോൾ പറഞ്ഞു, അങ്ങനെ തൊഴുതുകൊണ്ട് എത്തി അവരുടെ രഥങ്ങളെല്ലാം തടഞ്ഞപ്പോൾ
ഇറങ്ങിച്ചെന്നിട്ട് ശ്രീരാമചന്ദ്രൻ തൊഴുകകളോടുകൂടി പറയുകയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങ് ജമദഗ്നിയുടെ പുത്രനായിരിക്കുന്ന രേണുകാദേവിയുടെ മകനായിരിക്കുന്ന അല്ലയോ പ്രഭോ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ കേട്ടിട്ട് വന്നിരിക്കുന്ന മഹർഷി വന്നിരിക്കുന്നത് പരശുരാമനാണ് എന്നെല്ലാവർക്കും ബോധ്യമായി. ആ പരശുരാമന് വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത്, ഈ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ അയോധ്യയിലെ ദശരഥൻ്റെ മകനായിട്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഭഗവാന്റെ അവതാരമായിട്ട് നിൽക്കുന്നത് ഞാൻ മാത്രമാണ്, പരശുരാമൻ മാത്രമാണ്. എന്നേക്കാൾ കൂടുതൽ ഒരാൾ ഭഗവാന്റെ വൈഷ്ണവ ചൈതന്യമുള്ള ഒരാൾ ഉണ്ട് എങ്കിൽ ആ ആളിനെ എനിക്കൊന്ന് കാണണം. അപ്പം അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വന്നതാണ്. അതുകൊണ്ട് ഇവിടെ വിളിക്കൂ. ശ്രീരാമചന്ദ്രൻ അടുത്തേക്ക് ചെല്ലുന്നു. ആ ശ്രീരാമചന്ദ്രൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയുന്നു, നിന്റെ ഉള്ളിൽ വൈഷ്ണവ ശക്തിയാണ് ഉള്ളത് എങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഗാന്ധീപം എന്ന് പറയുന്ന വില്ല് എടുത്ത് കൊലയ്ക്കൂ. അപ്പം അങ്ങനെ ഗാന്ധീപം വില്ലെടുത്ത് കൊലച്ച് കാണിക്കുമ്പോൾ പറയുന്നു, അല്ലയോ ശ്രീരാമചന്ദ്ര, അങ്ങ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പരിപൂർണമായിരിക്കുന്ന അവതാരമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കും എന്നെ അനുഗ്രഹങ്ങൾ നൽകിയാലും പറയുന്നുണ്ട്, അല്ലയോ ശ്രീരാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മക രാമ ലോകാഭിരാമ ശ്രീരാമ സീതാഭിരാമ അനന്താത്മക വിഷ്ണു ശ്രീരാമ രാമ രമാരമണ രഘുപതി ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധി ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തി ശ്രീരാമ ദശരഥനന്ദന ഋഷികേശ ശ്രീരാമ രാമ കൗസല്യാത്മജാഹരി എന്നൊക്കെ അങ്ങനെ അങ്ങോട്ട് ശ്രീരാമചന്ദ്രനെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വരുന്ന പല വിധത്തിലുള്ള കാര്യങ്ങൾ, അതായത് അജ്ഞാനത്തിൽ നിന്നാണ് നമുക്ക് ജന്മമുണ്ടാകുന്നത്. അവിടെ നിന്ന് നമ്മൾക്ക് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ തുടങ്ങിയ 6 ഭാവങ്ങളിലും നമ്മൾ സഞ്ചരിക്കപ്പെടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വരുന്ന പല തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നേരിട്ടതിനെ ഒന്ന് നേരിടുവാനുള്ള മാനസികമായിരിക്കുന്ന ശക്തികളില്ല. ആ മാനസികമായിരിക്കുന്ന ശക്തികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരനാണെങ്കിൽ പോലും സാധാരണ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഇവിടെയുമുണ്ട്. ആ തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിലൂടെ പറയുന്നത് കൊണ്ടാണ് രാമായണത്തെ രാമൻ്റെ അയനമാണ് എന്ന് പറയുന്നത്. ശ്രീരാമൻ്റെ യാത്രയാണ്. ശ്രീരാമൻ്റെ യാത്ര എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ ജീവിതമാകുന്ന യാത്രയല്ല, മറിച്ച് ശ്രീരാമൻ എന്ന വ്യക്തി പല ജീവിതങ്ങളിലൂടെ പോകുന്ന ശ്രീരാമൻ്റേത് മാത്രമായിരിക്കുന്ന ഒരു യാത്രയാണ് രാമായണം. ഇവിടെ പ്രധാനപ്പെട്ട ആൾ ശ്രീരാമചന്ദ്രനാണ്. ഓരോ കാര്യങ്ങളും ശ്രീരാമചന്ദ്രൻ ചെയ്യുന്നതിനും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനുമെല്ലാം അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട്. അതിനെ കണ്ണുണ്ടെങ്കിലും കാൺമതിനുണ്ട് പണി എന്ന് പറയുന്നത് പോലെ കണ്ണുണ്ടായാൽ മാത്രം നമുക്ക് പോരാ കാണാൻ, ചെവി ഉണ്ടായാൽ മാത്രം പോരാ നമുക്ക് കേൾക്കാൻ. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഓരോ സജ്ജനങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലുണ്ട് പുതിയ പുതിയ ചിന്തകൾ, അവർക്ക് പുതിയ പുതിയ ഉദ്ദേശങ്ങളും ഉണ്ടാകും. ആ പുതിയ പുതിയ ഉദ്ദേശങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തിടത്താണ് നമ്മൾ ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ക്ഷീരമുള്ള ഏറ്റവും നല്ല പാല് കിട്ടുന്നതാണ് അകിട് എന്ന്, പശുവിൻ്റെ അകിട് എന്നുള്ളത് അറിയാം. പക്ഷേ കൊതുകിനതറിയില്ല. കൊതുക് എന്താണ്, അവിടെ ചെന്നിട്ടും അതിൻ്റെ അകിടിൽ നിന്ന് ചോര കുടിക്കുകയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രാധാന്യമുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ അപവാദങ്ങളും അപമാനങ്ങളും കേട്ടിട്ടുള്ള ഒരു ഭഗവാനാണ് ശ്രീരാമചന്ദ്രൻ. ആ ഭാഗങ്ങളിലേക്കൊക്കെ വരുന്നതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ രാമായണം പോലും, രാമായണം വീട്ടിൽ വെച്ച് വായിച്ചാൽ വീട്ടിൽ കലഹമുണ്ടാകുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന സങ്കല്പങ്ങളുണ്ട്. ഇന്ന് ഈ ലോകത്തുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. നമ്മൾ പലയിടത്തും കേട്ടിട്ടുമുണ്ട് അങ്ങനെ. രാമായണം വീട്ടിൽ വെച്ച് പൂജിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കും, അവിടെ വഴക്കുണ്ടാവും, ബഹളങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാകും. രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ഒരിക്കലെങ്കിലും ഒരു നേരമെങ്കിലും വായിച്ചിട്ടുള്ള ഒരാൾ പോലും അതിനെ അങ്ങനെ പറയുകയില്ല. കാരണം രാമൻ്റെ അയനം എന്ന് പറയുന്ന, രാമൻ്റെ യാത്ര എന്ന് പറയുന്ന ഒരു സത്യത്തെ, സങ്കല്പത്തെ മനസ്സിലാക്കുവാൻ
ആ ഒരു പ്രാധാന്യം ഉൾക്കൊള്ളുവാൻ തൻ്റെ ഇടമുള്ളവരായിട്ട് മാറിയിട്ടുള്ളവരുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും കുറ്റം പറയത്തില്ല. ഇല്ലാത്തതെല്ലാം രാമായണത്തെ കുറ്റം പറയുന്നവരെ എല്ലാം ചിന്തിച്ചോണം. ക്ഷീരമുള്ള ഒരു അകിടിൻ്റെ ചുവട്ടിൽ ചെന്നിട്ടുള്ള കൊതുകുകളാണവർ. രാമായണം എന്ന് പറയുന്ന സത്യം അതാണ്. രാമായണം എന്ന് പറയുന്ന സങ്കല്പത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ, പഠിച്ചാൽ, ഇത്രയും ഒരു കുടുംബ ജീവിതത്തെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ട് കുടുംബാംഗങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എങ്ങനെയാകണം, നിങ്ങൾ എങ്ങനെയാകരുത് എന്ന് 2 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. തെറ്റ് പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ ശരി പറഞ്ഞു കൊടുക്കുവാൻ, തിരുത്തുവാൻ ആർക്കും സാധിക്കുന്നില്ല. പക്ഷേ രാമായണത്തിൽ അതല്ല. ശരിയും തെറ്റും 2ഉം പറഞ്ഞു തന്ന് കാണിക്കുന്നുണ്ട്. ശരിയല്ലാതെ നീ പോയാൽ, തെറ്റിലേക്ക് പോയാൽ നിന്റെ പരാജയം ഇങ്ങനെയാണ്. പക്ഷെ നീ ആ പരാജയത്തിൽ പോകാതെ ശരിയിലേക്ക് പോയാൽ നിനക്ക് ഇന്ന ഗുണമുണ്ടാകും എന്ന് വളരെ വ്യക്തമായിട്ട് രാമായണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. രാമായണം എന്ന് പറയുന്നത് നിത്യവും വീടുകളിൽ ഒരു നേരമെങ്കിലും, ഒരു ദിവസം ഒരു നേരമെങ്കിലും രാമായണത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും വായിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ആ വീടുകളിൽ ഒരു ദോഷവും ബുദ്ധിമുട്ടുകളും വരുത്തില്ല. വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ട കാര്യം രാമായണമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ രാമായണം നമ്മളെ സഹായിക്കും. രാമായണം നമ്മളെ രക്ഷിക്കും പല കാര്യങ്ങളിലും. അതിന് വേണ്ടുന്ന തൻ്റെ ഇടം നമുക്ക് ഉണ്ടാക്കിയെടുക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ പരാജയപ്പെട്ട് പിൻവാങ്ങുന്നത് കാരണം ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് പറ്റാതെ വരുന്നിടത്താണ്. ആ തീരുമാനമെടുക്കാൻ പറ്റാതെ വരുന്നിടത്ത് ഏറ്റവും കൂടുതൽ സഹായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം രാമായണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ പരശുരാമൻ്റെ ഭാർഗവ സംഗമം കഴിയുന്നതോടുകൂടി ആദ്യത്തെ ബാലകാന്ഡം എന്ന് പറയുന്ന ഒരു ഭാഗം രാമായണത്തിലെ കഴിയുകയാണ്. അതിനുശേഷമാണ് അയോധ്യാകാന്ഡം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നത്. അയോധ്യാകാന്ഡത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇനിയുമുള്ള ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾക്കല്ല പ്രാധാന്യം, കുറച്ചുകൂടി പ്രാധാന്യമുള്ള വിശേഷതകളുള്ള കാര്യങ്ങളാണ് ഇനിയും അയോധ്യാകാന്ഡത്തിലേക്ക് പോകുന്നത്. കാരണം ഒരു കുടുംബത്തിലേക്ക് പുതിയ പെൺകുട്ടികൾ വന്നു കഴിയുമ്പോൾ കുടുംബത്തിൻ്റെ അവസ്ഥകളിൽ വ്യത്യാസങ്ങൾ വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വ്യത്യാസങ്ങളെ സാധാരണ ഈശ്വരൻ്റെ ജീവിതമാണെങ്കിൽ കൂടിയും അവിടെ കാണിച്ചു തന്നിരിക്കുന്നത് അയോധ്യാകാന്ഡത്തിലാണ്. അത് നമുക്ക് വിശദമായിട്ട് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ഇതൊരിക്കലും നമ്മളുടെ അറിവുകൾ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല, മറിച്ച് ഇതൊരു ചർച്ച ചെയ്യുകയാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു നല്ല കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ നമുക്ക് ഇതിനേക്കാളും നല്ല രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ആധ്യാത്മികമായ അറിവുകളുള്ള ഒരുപാട് പേരുണ്ടാകും. നമുക്ക് വരും വർഷങ്ങളിലും കൂടുതൽ സത്യങ്ങളെയും ഇപ്പോഴും പഠിക്കുകയാണ് രാമായണം. രാമായണത്തിലെ ഓരോ അക്ഷരങ്ങളും കൊണ്ട് നമുക്ക് പഠിക്കുവാനുണ്ട്. രാമായണത്തിൻ്റെ ഓരോ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓരോ അക്ഷരത്തിനും വാൽമീകി മഹർഷിയും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും കൊടുത്തിരിക്കുന്ന അർത്ഥതലങ്ങളെ നമുക്ക് പഠിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് പഠിക്കാൻ സാധിക്കുന്നിടത്ത് നമ്മൾ വിജയിക്കും. ആ വിജയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊരിക്കൽ കൂടി നമസ്കാരം. നാളെ വീണ്ടും കാണാം.